പ്രിയമുള്ളവരെ, ഇന്ന് വ്യത്യസ്ത കഥാസന്ദർഭത്തിൽ എഴുതിയ 3 പ്രണയഗാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ 3 ഗാനങ്ങളും ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ സംഗീതം കൊടുത്ത ഗാനങ്ങൾ. അതിൽ ഒന്നാമത്തെ ഗാനം ഒരു പ്ലാറ്റോണിക് ലവിൻ്റെ അല്ലെങ്കിൽ കുറച്ചുകൂടി പവിത്രമായി ദൈവികമായ ഇഷ്ടത്തെ, പ്രണയത്തെ പ്രതിദാനം ചെയ്യുന്ന ഒന്നാണ്. നായകൻ ദീർഘകാലമായിട്ട് കാത്തിരിക്കുന്ന, അയാളിലേക്ക് വന്നണയാൻ കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പിൻ്റെ, ഒരു പ്രണയിനിയോട് തോന്നുന്ന, പ്രണയിനിയെ മുൻനിർത്തി ഉള്ള കാത്തിരിപ്പിൻ്റെ അല്പം അഭൗമമായ ഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. അവിടെ നായകൻ അനാഥനാണ്. അയാൾക്ക് ആരുമില്ല, അച്ഛനുമില്ല, അമ്മയും ഇല്ല. ഒരു കമ്പനിയാണ് അയാളെ വളർത്തിയത്. അതുകൊണ്ട് അയാളിലേക്ക് വന്നണയുന്ന ഒരു പ്രണയത്തെ അദ്ദേഹം വളരെ ദൈവികമായ ഒന്നായിട്ടാണ് കരുതുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ആ സിനിമാ ഗാനത്തിലും ആ ഒരു ദൈവിക സ്പർശം കൊണ്ടുവരാൻ ഗിരീഷ് പുത്തഞ്ചേരി ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ആ പാട്ടിൻ്റെ വരികളിലേക്ക് ആദ്യം പോയി വരാം. ചിത്രം സമ്മർ ഇൻ ബദൽഹേം. എൻ്റെ മനസ്സിനെ പ്രണയാതുരമാക്കിയ പ്രണയഗാനങ്ങളിൽ ചിലതാണ് ഈ പറയുന്ന ഗാനങ്ങളെല്ലാം തന്നെ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെയൻ പുണ്യമേ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു എന്ന ഒരു പ്രസ്താവന തന്നെ ആ പ്രണയത്തിൻ്റെ അഗാധതയെ, കാലാതീതമായ കാത്തിരിപ്പിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തേടുന്നത്? അത്രമേലിഷ്ടമാണ് നിന്നെയൻ പുണ്യമേ, നിന്നെയൻ പുണ്യമേ. അപ്പം ആ പ്രണയത്തെ പുണ്യമായിട്ടാണ്, അത്രയും പവിത്രമായ ജീവിതത്തിലേക്ക്, തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന അത്രയും പവിത്രമായ ഒരു സാമീപ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു അനുഗ്രഹ സ്പർശമായിട്ടാണ് കവി ഗിരീഷ് പുത്തഞ്ചേരി ആ വാക്കുകളെ, പദങ്ങളെ ഈ ചലച്ചിത്ര ഗാനത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുള്ളത്. ദൂരതീരങ്ങളും മൂകതാരങ്ങളും സാക്ഷികൾ. അപ്പം എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അകലം, ആ അകലം എൻ്റെ സ്വപ്നങ്ങളുടെ അകലാണ്, എൻ്റെ കാത്തിരിപ്പിൻ്റെ അകലാണ്. അപ്പം അത്രയും അകലെ നിന്നുള്ള ദൈവിക ഭാവമാണ് എൻ്റെ ഈ കാത്തിരിപ്പിൻ്റെ സാക്ഷികൾ. കാറ്റോട് മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം, മായുന്ന സന്ധ്യയെ നിന്നെ തേടി ഈറൻ നിലാവിൻ പരാഗം. കാറ്റോട് മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം. അപ്പം അത് ഇയാൾ എക്സ്പ്രസീവായിട്ടുള്ള ഒരാളല്ല. നമ്മുടെ നായകൻ എന്നുള്ളത് വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അയാളുടെ ഉള്ളിലുള്ള പ്രണയഭാവനകളെല്ലാം തന്നെ വളരെ സ്വകാര്യമായിട്ടുള്ള ഒന്നാണ്. അപ്പം ഇതൊക്കെ എന്താണ്? വളരെ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ. ഈ പദങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ മാത്രം സ്വന്തമായിട്ടുള്ള അനുഭവ പരിസരമാണ്. അതിനപ്പുറത്തേക്ക് വിപുലപ്പെടുന്ന ഒന്നല്ല. അത്രയും സ്വകാര്യമായിട്ട് ഒരാൾ കാത്തു സൂക്ഷിക്കുന്ന പ്രണയഭാവത്തെയാണ് ഗിരീഷ് ഈ വരികളിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പം ഈ രൂപത്തിലാണ് ഗിരീഷ് ഈ ആദ്യ ഗാനത്തെ ആവിഷ്കരിച്ചത്. പിന്നെയും കുറേ വരികളുണ്ട്, ഞാൻ ആ വരികളിലേക്ക് പോകുന്നില്ല. ഈ പാട്ടിൻ്റെ വശ്യത, ഈ പാട്ടിന് ഇത്രമേൽ വശ്യത വന്നത് അതൊരു വളരെ സ്വകാര്യമായ ഒരാൾ കൊണ്ടു നടക്കുന്ന
അനുരാഗത്തിൻ്റെ ദൈവിക ഭാവത്തെ, ആ ഭാവത്തിൻ്റെ പവിത്രതയെ അത് അത്രമേൽ വാക്കുകളിൽ ആവിഷ്കരിച്ച ഒന്നായതുകൊണ്ടാണ് ആ വരികൾ, തുടക്ക വരികളിലേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിച്ചത്. ഇനി ഗിരീഷ് തന്നെ മറ്റൊരു സിനിമയിൽ എഴുതിയ, വിദ്യാസാഗർ സംവിധാനം ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമയിലെ ഗാനമാണ്. അത് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയാണ്. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലം. അപ്പം അതിലെ കാമുകൻ എന്നുള്ളത് ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കാമുകനാണ്. ഹൈലി റൊമാൻറ്റിക് ആയിട്ട് ഒരുപക്ഷെ ഏത് പെണ്ണിനോട് അയാൾക്ക് പ്രണയം തോന്നാം. ഏത് സുന്ദരിയായ പെണ്ണിനോടും സ്ത്രീ ശരീരത്തോടും പ്രണയം തോന്നാവുന്ന അത്രയും റൊമാൻറ്റിക്കായ ഒരു കാമുകൻ്റെ മുന്നിൽ ഒരു സുന്ദരി പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അയാളിൽ ഉദയം ചെയ്യുന്ന പ്രണയഭാവന, വളരെ നിഷ്കളങ്കമായ പ്രണയഭാവനകളെയാണ് ഗിരീഷ് ഈ പാട്ടിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് അയാൾ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററായിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് മുന്നിലൂടെ നിരവധി വണ്ടികൾ കടന്നു പോകുന്നത് പോലെ നിരവധി ജീവിതങ്ങൾ കടന്നു പോകുന്നുണ്ട്. എത്രയോ സുന്ദരികളും സുന്ദരന്മാരും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ കാലം കടന്നു പോകുന്നുണ്ട്, വസന്തങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പം ആ ഒരു ദാർശനിക പരതയിൽ നിന്നുകൊണ്ടാണ് ഗിരീഷ് ഈ പാട്ടിനെയും കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണു മൂതുന്ന മൃദുമന്ത്രണം. അപ്പം പിന്നെയും പിന്നെയും, അപ്പോൾ എന്താണ്, ഇയാളുടെ ആദ്യ പ്രണയമൊന്നുമല്ല, അയാൾക്ക് ആദ്യമായിട്ട് ഒരു വ്യക്തിയോട് തോന്നുന്ന അനുരാഗമൊന്നുമല്ല. അയാളുടെ അനുരാഗം പിന്നെയും പിന്നെയും ആവർത്തിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുക. എന്നാൽ ആ കിനാവിൻ്റെ സഫലീകരണം സംഭവിക്കാത്ത ഒരാളാണ് അയാളിലേക്ക് പല പ്രണയ ഭാവനകൾ അയാളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും ആ പ്രണയത്തിനൊന്നും സഫലീകരണം കണ്ടെത്തിയിട്ടില്ല അയാൾ. അതുകൊണ്ട് തന്നെ ആണ് ഈ വരികൾ പിന്നെയും പിന്നെയും അയാളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന തീവണ്ടികൾ പോലെ, അയാൾ പിന്നിടുന്ന വസന്തകാലങ്ങൾ പോലെ, അയാളിലേക്ക് എത്തുന്ന സുന്ദരിയായ പെൺകുട്ടികളെ പോലെ, അങ്ങനെ അപ്രതീക്ഷിതമായ അയാളിലേക്ക് എത്തുന്ന ഒരു പെൺകുട്ടി. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്സനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണു മൂതുന്ന ഋതുമന്ത്രണം, പുലർനില ചില്ലയിൽ കുളിരിടം മഞ്ഞിൻ്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവാം, അലയുമീ തെന്നലൻ കരളിലെ തന്ത്രിയിൽ അലസമായി കൈവിരൽ ചേർത്തതാവാം. അപ്പോൾ ആ പെൺകുട്ടിയെ കാണുമ്പോൾ അയാളിൽ ഉദിക്കുന്ന ഒരു ആർദ്രതയുടെ അല്ലെങ്കിൽ ഒരു നനുത്ത സ്പർശം, പ്രണയത്തിൻ്റെ നനുത്ത സ്പർശം അയാളെ മെല്ലെ വന്ന് തൊടുന്നു അല്ലേ. മിഴികളിൽ കുറുകുന്ന പ്രണയമാംപ്രാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടഞ്ഞതാവാം, താനേ തുറക്കുന്ന ജാലകച്ചില്ലിൽ നിയൽ ചിത്രം തെളിഞ്ഞതാവാം. അപ്പം അയാളും കാത്തിരിക്കുകയാണ്. ആ ജാലകവാതിലിനപ്പുറത്ത് മഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, പല ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. ആ ചിത്രങ്ങളിലൊന്ന് നിൻ്റെ രൂപവും കൂടിയായിരുന്നു. അപ്പം അങ്ങനെ എന്താണ്, അയാളിലേക്ക് എത്തുന്ന മധുരമായ ഒരു പ്രണയാനുഭവം. ആ പ്രണയാനുഭവത്തെ ഗിരീഷ് മനോഹരമായിട്ട് തൻ്റെ വരികളിൽ ആവാഹിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാട്ട് സമറിൻ ബദൽഹാമിൽ തന്നെ ഉള്ള പാട്ടാണ്. ഈ പാട്ടിൻ്റെ പ്രത്യേകത, ഇതൊരു പ്രണയഗാനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ സമകാലീന പ്രണയഭാവനകളുമായിട്ട്, കാമുകി ഹൃദയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ഘടകങ്ങൾ ഈ പാട്ടിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തിപരമായിട്ട് എൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പം ഇതിലെ കാമുകൻ എന്ന് പറഞ്ഞാൽ വളരെ ഉദാസീനനായിട്ടുള്ള ഒരാളാണ്, പ്രയത്നശാലി അല്ലാത്ത ഒരാളാണ്, ഡ്രീമി ആയിട്ടുള്ള ഒരാളാണ്. എന്നാൽ അത്യാവശ്യം സമ്പന്നതയുടെ മടിത്തട്ടിൽ ജനിച്ച ഒരാളാണ്. അപ്പോൾ അയാൾക്ക് സാമ്പത്തികമായിട്ട് മുന്നേറാൻ ഒരു ജീവിത പങ്കാളി വേണം. ആ ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ അയാളുടെ മുറപ്പെണ്ണുകളിൽ ആരെങ്കിലും ഒരാളായിരിക്കണം.
അപ്പം അങ്ങനെ ആയാൽ മാത്രമേ അയാൾക്ക് എന്താണ് ഈ പാരമ്പര്യ സ്വത്തിൻ്റെ അധികമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പം അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു പെണ്ണിനെ സെറ്റാക്കി തരാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടാണിത്. ഒരുപക്ഷെ അത്തരമൊരു സിനിമാ മുഹൂർത്തം എന്നുള്ളത് നമ്മളേതെങ്കിലും മലയാള സിനിമയിൽ മറ്റൊരു സന്ദർഭത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര പരിചിതമായിട്ട് തോന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു മനോഗതത്തെ ആരെങ്കിലും പാട്ടായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റൊരു കഥാസന്ദർഭം ഞാൻ കണ്ട സിനിമകളിലൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാട്ടിലൊരു കൗതുകമുണ്ട്. ഈ പാട്ട് ആ കാലത്ത് ചില ഇടയാക്കിയിട്ടുണ്ട്. സംഘപരിവാർ ഈ പാട്ടിനെതിരെ രംഗത്ത് വരുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഗാനമേളയിൽ പാടുന്ന സമയത്ത്. അപ്പോൾ ഈ പാട്ടിലേക്ക് വന്നാൽ, പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത പല കൊച്ചുങ്ങളഞ്ചെണ്ണം നിൽപ്പാണ് ശംഭോ, അതിലൊന്നടിയൻ്റെ വധുവുണ്ടേതേത്, ഈ നരകത്തിൽ നിന്നൊന്ന് കരകയറ്റ് ശംഭോ. അപ്പം പച്ചക്കിളി പോലെ പല പാൽവർണ്ണ സുന്ദരികളായിട്ടുള്ള 5 പെൺകുട്ടികളുണ്ട്. അതിലൊന്ന് എന്തായാലും എൻ്റെ വധുവാണ്. ആ വധുവിനെ കണ്ടെത്തിത്തരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. കാമുകൻ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, അല്ലെങ്കിൽ പ്രണയിനിയെ കാംക്ഷിക്കുന്ന ഒരാൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ അയാൾ കൺഫ്യൂസ്ഡ് ആണ് ഇതിലാരെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഗിരീഷ് ആ വരികളിലേക്ക് കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണേ, തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമീവിത് മെന്തിനു തന്നത് സാംബ സദാശിവനെ, ശിവശംഭോ 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 ശംഭോ. അപ്പം ഈ കൺഫ്യൂഷൻ്റെ, ഈ കാമുകൻ്റെ കൺഫ്യൂഷൻ്റെ ഏറ്റവും മനോഹരമായ വൈകാരിക ഭാവത്തെ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഭാവത്തെ, ആ പ്രാർത്ഥനയിൽ അടങ്ങിയ സാർത്ഥതയുടെ ഭാവത്തെ, ആ സാർത്ഥതയും പ്രാർത്ഥനയും കൊണ്ട് ദൈവത്തെ പ്രീണിപ്പിക്കുന്ന ഒരു അവസ്ഥയെ, ഇതൊക്കെ ഗിരീഷ് മനോഹരമായിട്ട് അതുപോലെ ആധുനിക സമകാലീന ഭാഷയും സമകാലീന മലയാളികൾ സംസാരിക്കുന്ന ഇംഗ്ലീഷും മലയാളം കൂട്ടിക്കലർത്തിയ ഭാഷയെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാട്ടിൻ്റെ വരികളിലേക്ക് ഗിരീഷ് ആവാഹിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് അയാളുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ്. ഫാമിൽ പൈക്കളില്ല, ലോണിൽ ബാക്കിയില്ല, ബാങ്കിൽ കാശടിച്ചില്ല, മേലെ നീലമേഘം, താഴെ കുന്നുകുഴി, മുന്നിൽ മൂകം നരകം. അപ്പോൾ അയാൾ ഭയങ്കര പ്രതിസന്ധിയിലാണ്. സാമ്പത്തികമായിട്ട് അയാൾ ഭയങ്കര പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പ്രണയാർത്ഥി. കലികാലം തീരാൻ കല്യാണം വേണം, അലിവോടെ കനിയണം നീയൻ ശംഭോ. അപ്പം ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ അടിയന്തര പരിഹാരം എന്നുള്ളത് കല്യാണം. അതുകൊണ്ട് ശംഭോ, നീ അടിയന്തരമായിട്ട് എനിക്ക് മുന്നിൽ കനിയണം. എല്ലാം മായ തന്നെ, മായാലീല തന്നെ, അന്നദാന പ്രഭുവേ. എല്ലാം ലോകത്ത് കാണുന്ന എല്ലാം മായയാണ്, മായയുടെ ലീലയാണ്. അന്നദാന പ്രഭുവേ എന്ന് പറഞ്ഞാൽ ഭക്ഷണം തരുന്ന ദൈവമേ, സർപ്പം പോലെ നിന്റെ മെയ്യിൽ ചുറ്റി എന്നെ കാത്തിയിടണം വിഭുവേ. നീ ഏത് സമയം അണിയുന്ന സർപ്പത്തെ പോലെ നീ എന്നെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ദൈവത്തോട്. നീ ഒന്ന് വന്നാൽ, വരമൊന്നു തന്നാൽ, തീരാത്ത ദുരിതങ്ങൾ തീരും ശംഭോ, ശിവശംഭോ 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 ശംഭോ. അപ്പം നീ ഒന്ന് വന്നിട്ട് എനിക്ക് ഈ വരങ്ങളൊക്കെ തന്നാലാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂ. അതുകൊണ്ട് ഇതിൽ 5 പേരിൽ ഒരാളെ എനിക്ക് പ്രണയിനിയായി നൽകണം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അപ്പം ഗിരീഷിൻ്റെ രചനയുടെ ക്രാഫ്റ്റിൻ്റെ വരികൾ മെനയുന്നതിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ചില രീതികളെക്കുറിച്ചാണ്. അതിൽ ആധുനികമായ സമകാലീന സംസാര ഭാഷ തൊട്ട് വളരെ ഡിവിനിറ്റി തോന്നുന്ന, ദൈവികത തോന്നുന്ന ചില പദസങ്കല്പങ്ങളിലേക്കും ഗിരീഷ് തൻ്റെ ഭാഷയെ അനായാസം, ഏത് റേഞ്ചിലേക്കും ഭാഷയെ അനായാസം, ഏത് സങ്കല്പങ്ങളിലേക്കും ഭാഷയെ അനായാസം കൊണ്ടുപോകാൻ കഴിയുന്ന വളരെ മികച്ച
ഗാനരചയിതാക്കൾ ഒരാളായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹം അകാലത്തിൽ നമ്മെ വിട്ട് പിരിഞ്ഞതിൽ നമുക്കെല്ലാവർക്കും, മലയാളികൾക്കെല്ലാവർക്കും സങ്കടമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ മലയാളി രാഗഭാവങ്ങളെ, അവൻ്റെ മനസ്സിലെ സംഗീതത്തെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ഒരു മലയാളിയല്ലാത്ത സംഗീത സംവിധായകനാണ് വിദ്യാസാഗർ. വിദ്യാസാഗറിൻ്റെ ഏറ്റവും മികച്ച സംഗീത സബരിക്ക് ഉദാഹരണമാണ് ഈ 3 ഗാനങ്ങളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ.